എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് ആർക്കും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ സേമിയ പായസമാണ്. നമ്മുടെ വീടുകളിൽ മിക്കപ്പോഴും നമ്മൾ തയ്യാറാക്കുന്ന ഒന്നാണ് സേമിയ പായസം. ഇതുപോലെ സേമിയ പായസം ഉണ്ടാക്കുവാണെങ്കിൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പവുമാണ്. ഈ വർഷത്തെ ഓണസദ്യയിൽ വിളമ്പാനായിട്ട് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സേമിയ പായസം വളരെ രുചികരമായിട്ട് വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേ. ഇനി നമുക്ക് സേമിയ പായസം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് പായസത്തിലേക്ക് ചേർക്കാനായിട്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൂടെ വെക്കണം. അതിനുശേഷം പായസം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു ഉരുളിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഉരുളി ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ലതായിട്ട് ചൂടായി വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ക്യാരറ്റ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് വഴണ്ട് ചെറുതായി ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്ക് ഈ ക്യാരറ്റ് പാനിൽ നിന്നും കോരി മാറ്റാം. ക്യാരറ്റ് കോരി മാറ്റുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കോരി മാറ്റാനായിട്ട്. ഇനി നമുക്ക് ഈ പാനിലേക്ക് 25 ഗ്രാം അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിന് പകരമായിട്ട് നിങ്ങൾക്ക് നെയ്യും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ ബട്ടർ നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ബട്ടർ മെൽറ്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. നമ്മൾ എടുത്തിട്ടുള്ളത് ഓട്ടുരുളി ആയതുകൊണ്ട് പഞ്ചസാര പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി വേണം പഞ്ചസാര ഒന്ന് മുരിയിച്ചെടുക്കാനായിട്ട്. പഞ്ചസാര നന്നായിട്ട് മുരിഞ്ഞു തുടങ്ങിയാൽ ദാ കളർ ഇതുപോലെ ഒന്ന് ആയി വരും. ഈ സമയത്തെല്ലാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് തന്നെ കരിഞ്ഞു പിടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. ഈ ഒരു സ്റ്റെപ്പ് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതും. പഞ്ചസാര ഉരുകി ഇതുപോലൊരു പരുവത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും പഞ്ചസാര നല്ല സ്റ്റിക്കി ആയിട്ട് മാറുന്നതാണ്. പഞ്ചസാര ഇതുപോലൊരു പരുവത്തിലേക്ക് ആയി വന്നാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്കും പഞ്ചസാര മെൽറ്റായി ഒക്കെ വന്നോളൂ. ഇപ്പോൾ തവിയിൽ നിന്നെല്ലാം വിട്ട് കിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് അടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ടാണ് പഞ്ചസാര ഒന്ന് അലിയിപ്പിച്ചെടുത്തിട്ടുള്ളത്. പഞ്ചസാര നല്ലതുപോലെ ഒന്ന് തിളച്ചു തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇന്നത്തെ ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 1.5 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. പാലെടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ള പാല് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പാലൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ലവണ്ണം ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് 1/4 കപ്പ് പഞ്ചസാര കൂടെ ഞാൻ ഈ പാലിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ പാല് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള സേമിയ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 1.5 ലിറ്റർ പാലിന് 1/4 കപ്പ് സേമിയ ആണ് എടുത്തിട്ടുള്ളത്. നമ്മളിന്ന് എടുത്തിട്ടുള്ള സേമിയ ഫ്രൈ ചെയ്തതാണ് എങ്കിൽ തന്നെ ഒന്നുകൂടെ ഫ്രൈ ചെയ്ത് വേണം നമുക്ക് പായസത്തിലേക്ക് ചേർക്കാനായിട്ടും. സേമിയ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തും ചെറിയ തീയിൽ വെച്ച് വേണം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട്. ഫ്രൈ ചെയ്ത സേമിയ ആയതുകൊണ്ട് 1 മിനിറ്റ് നേരം മാത്രം ഫ്രൈ ചെയ്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സേമിയ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി സേമിയ ഒന്ന് തിളച്ച് കിട്ടണം. കട്ട പിടിക്കാതിരിക്കാനായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം. ഒരുപാട് നേരമൊന്നും സേമിയ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. നമ്മൾ ഈ സേമിയ പായസത്തിലേക്ക് ചേർക്കാൻ പോവാണ്. പഞ്ചസാര ചേർത്ത് തിളപ്പിക്കുന്നത് കൊണ്ട് സേമിയ പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് 1 മിനിറ്റ് നേരം സേമിയ വേവിച്ചിട്ട് പായസത്തിലേക്ക് ചേർക്കുന്നത്. ഇനി സേമിയ താഴേക്ക് ഇറക്കി വെച്ചിട്ട് തിളച്ചു വന്നിട്ടുള്ള പാലിലേക്കാണ് നമുക്ക് ഈ സേമിയ ചേർത്ത് കൊടുക്കേണ്ടതും. പാലിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കുമ്പോൾ പാല് തെറിച്ച് നമ്മുടെ മേലേക്ക് വീഴാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം സേമിയ ചേർത്ത് കൊടുക്കാനായിട്ട്. സേമിയ ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി പാലിൽ കിടന്ന സേമിയ നല്ലവണ്ണം തന്നെ ഒന്ന് തിളച്ച് കിട്ടണം. കൂടെ തന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ചേർക്കണം. പായസത്തിന്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാനും വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. സേമിയ ചേർത്ത് പാലൊന്ന് തിളപ്പിച്ച് വന്നപ്പോഴേക്കും ദാ ഇതുപോലൊരു പരുവത്തിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. സേമിയ പാലിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 മിനിറ്റ് മാത്രമേ നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇതുപോലെ കുറുകിയ പാകത്തിലേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ക്യാരറ്റ് ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ക്യാരറ്റും സേമിയയും പാലെല്ലാം ചേർന്ന് ഒന്നുകൂടെ വെട്ടി തിളച്ച് വരണം. ഒരു 2-3 മിനിറ്റ് നേരമെങ്കിലും നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടതായി വരും.
കഴിഞ്ഞു. ഇപ്പോൾ നല്ലവണ്ണം തന്നെ പായസം ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. വെട്ടി തിളച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് തിളപ്പിച്ചെടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സേമിയ നന്നായിട്ട് കുറുകിയൊക്കെ പാകമായി വന്നിട്ടുണ്ട്. സേമിയ പായസം ആയതുകൊണ്ട് അല്പം ലൂസായിട്ടാണ് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. താഴേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാലും ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. താളിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വന്നാൽ പിന്നെ നമുക്കൊരു 3 സ്പൂൺ അളവിൽ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി നെയ്യ് ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ കാഷ്യൂസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. കാഷ്യൂസ് ചേർക്കുന്നതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ റൈസിൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് താളിപ്പ് ചേർത്ത് കൊടുക്കണം. താളിപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം തന്നെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൂടെ കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്തും നമ്മുടെ പായസം നല്ല കട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പായസത്തിലേക്ക് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പായസത്തിന്റെ രുചി കൂട്ടുന്നതിനായിട്ട് നല്ല കട്ടിയായിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കൈവശം മിൽക്ക് മെയ്ഡും ഇല്ലെങ്കിൽ കുറച്ച് പാല് പഞ്ചസാര ചേർത്ത് തിളപ്പിച്ചൊന്ന് കുറുക്കിയതിന് ശേഷവും ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പായസം ഉരുളിയിൽ തന്നെ വെച്ച് കൊടുക്കുമ്പോൾ പായസം വളരെ കട്ടിയായിട്ട് വരാനായിട്ട് വളരെ സാധ്യത കൂടുതലാണ്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ പാലൊഴിച്ച് കൊടുക്കുന്നതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയിലോട്ട് കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കാണുമ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പറാകാനും മറക്കരുത്. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല പായസം റെസിപ്പികളൊക്കെ ആയിട്ട് ഞാൻ നാളെയും ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിക്കുന്നു. നാളെയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെയും നമുക്ക് കാണാം.